പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ നേരം നീണ്ടു നിൽക്കും നരവനതാളം പരിചകളുടെ നീരൊളി നേരം നെഞ്ചിനു താളം നിലവിനു നേരം കുട്ടികളോ വാ നോക്കട്ടെ സൂത്രം കാണിക്കാം. എന്താ ഒരു സൂത്രം മുത്തച്ഛനെ ഒരു സൂത്രമുണ്ട്, അതാണ് ഇവിടെ വന്നത്. സൂത്രം കാണിക്കാം. കടലമുട്ടായി ഉണ്ട്, മഞ്ചുണ്ട്. ഏതാ എടുക്കുന്നത്? കടലമുട്ടായി വേണ്ട അല്ലേ? അതെ. ഇനി ഷർട്ട് കൊള്ളാലോ, ന്യൂ ജനറേഷൻ പോലെ ഉണ്ട്, സൂപ്പർ സാധനം. ആരെടുത്തന്നെ ഇത് ഉണ്ണിയേട്ടൻ വാങ്ങി തന്നു. സെലക്ട് ഋഷഭ്ദേവ് അല്ലേ? എന്റെ പേരക്കുട്ടീന്റെ സെലക്ഷൻ മകൻ വാങ്ങി തന്നു. നമുക്ക് ഓണൊക്കെ അല്ലേ, ഓണത്തിന് നമുക്ക് തുമ്പ, മുക്കുറ്റി, കാക്കാത്തിപ്പൂവ് ഇതൊക്കെ നമുക്ക് പറിക്കണം. അത് തൊടിയില് കണ്ടമാനുണ്ട്. അപ്പൊ ആ കണ്ടമാനം തൊടിയിലേക്ക് ഒന്ന് നമുക്ക് ഇറങ്ങിപ്പോയിട്ട് കാട്ടിലോട്ടോ ഞാനൊരു കാര്യം പറയട്ടെ, ഈ കുമ്പില് അതൊക്കെ പറിച്ചിടാം. പുതിയ തരം ഷർട്ട് ഇട്ടുകൊണ്ട് പഴഞ്ചൻ വ്യാഖ്യാനമായ അർത്ഥങ്ങളുമായിട്ട് മുത്തശ്ശിങ്ങനെ നടക്കല്ലേ. സത്യം. ആരേലും ഇപ്പൊ ഇങ്ങനെ തുമ്പയും കമ്പും ഒക്കെ ഇതിനകത്ത് പറിച്ച് കാട്ടിക്കൂടെ ഒക്കെ നടന്ന് കാലില് ചൊറിഞ്ഞൊക്കെ കടിച്ച് പൂവിടുവോ? എല്ലാരും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പൂക്കളൊക്കെ ഇടാറ്. മാച്ച് കിട്ടും. ആ മാച്ചൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ അല്ലെങ്കിൽ പൈസ കൊടുത്ത പൂ മേടിച്ചാൽ മുറിച്ച് ഇടാറേ ഉള്ളൂ. ഞങ്ങളൊന്നുമില്ല മുത്തശ്ശിയും കൂടെ പൂ. എപ്പോഴും പഴഞ്ചൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഴഞ്ചനത്തിന്റെ ഒരു മഹിമയുണ്ട്, അതാദ്യം മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വരില്ലേ? ഇല്ല ഇല്ല. അതെന്താ? അപ്പൊ എന്റെ മുട്ടായി ഒന്നും അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഹാപ്പി ഓണം അല്ലേ? നമ്മളങ്ങനെ അടിച്ചന്തിയ മുഖത്തോക്കി പറഞ്ഞിട്ട് മുത്തശ്ശന് വിഷമായി കാണും. നമുക്ക് അമ്മ മേടിച്ചോണ്ട് പൂ കാണിച്ചു കൊടുക്കാം. മുത്തശ്ശൻ ചിലപ്പോ നാളത്തെ പൂവിന് വേണ്ടിയായിരിക്കും പറഞ്ഞത്. ഞാൻ കാണിച്ചു കൊടുക്കാം. മുത്തശ്ശ ഇത് കണ്ട, ഇതാണ് ഇപ്പൊ എല്ലാവരും ഇടുന്ന പൂ. ഇതിങ്ങനെ മുറിച്ച് പൂക്കളത്തി ഇട്ട പരിപാടി കഴിഞ്ഞ. അല്ലാണ്ട് ഇതേപോലെ സംഭവങ്ങളൊക്കെ എടുത്തുള്ള കാട്ടിലും പോയി അവിടുന്ന് വല്ലതൊക്കെ കടിച്ച് ഓണം കുളവാക്കണം. അപ്പൊ ഇതേപോലെ വല്ല പൂവും മേടിച്ച് ഫ്രണ്ടിലിട്ട് ആസ്വദിക്കണമെന്ന്. പക്ഷെ പത്രമൊക്കെ വായിക്കുന്ന ആളല്ലേ, പുസ്തകമൊക്കെ വായിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും ഇങ്ങനത്തെ വായിക്കണം. എനിക്ക് പ്ലാസ്റ്റിക്കിന്റെ ബാഗേ കാണില്ല, എനിക്കിഷ്ടമല്ലാത്ത. കാരണം ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ ഉള്ളത് കൊണ്ട് എത്രയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായി. ഇങ്ങനത്തെ ഓരോരുത്തരും ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ ദുരന്തങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരവാദിയല്ല എന്നുള്ളതാണ്. കാരണം ഞാൻ എന്നും കണ്ടില്ലേ, ഒരു തുണിസഞ്ചിയാണ് എൻ്റെ കയ്യിലുള്ളത്. അത് വർഷങ്ങളായിട്ട് തന്നെയാണ് എൻ്റെ കയ്യിലുണ്ടാവുക. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ പഴഞ്ചൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പുതിയ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഈ പുതിയ കാര്യങ്ങൾ കൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവേണ്ടത് എന്നുള്ളത് നിങ്ങൾ പത്രത്തിൽ കൂടി അറിയണ്ടോ, അല്ലെങ്കിൽ വാർത്തയിൽ കൂടി അറിയണ്ടോ? ഏതായാലും ഇതിപ്പോ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ മാർക്കറ്റിൽ നിന്ന്. അത് ശരി. അപ്പൊ അമ്മയും അച്ഛനും അവരൊക്കെ അവിടെ പോയി. ഇപ്പൊ ഓണമല്ലേ, എന്തിനാ വെറുതെ ഓണത്തിന്റെ ഒരു ദിവസം അവധി കിട്ടുമ്പോ എല്ലാരും കൂടി വീട്ടിൽ സന്തോഷിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ട് അമ്മ ഇവിടെ സദ്യക്കുള്ള ഓർഡർ കൊടുക്കാൻ പോയ ഓണത്തിന്റെ അന്ന്. ഇവിടെ ഉള്ളവരുടെ എണ്ണം കൊടുത്ത് അവര് അന്ന് കൊണ്ടുതരും നമുക്കുള്ളത്. അപ്പൊ കഷ്ടപ്പാടല്ലോ. വയറ് കേട് വരും.
ആര് പറഞ്ഞു? പോലെയല്ല ന്യൂജനറേഷനായില്ല ഇല്ലേ അങ്ങനെ ആവൂല. ഇല്ലേ ആര് പറഞ്ഞു? അതെയോ? അയ്യോ ഈ ഫിലോസഫിക്കൽ മുത്തശ്ശനോട് തർക്കിക്കാൻ ഞങ്ങളില്ല, ഞങ്ങൾ പോവാ. അത് വേണ്ട, ഇത് കൊണ്ടുപോകാന്നാല് ഈ പൂ ഇട് കൊണ്ടാ. എല്ലാം ഇപ്പൊ ഓണം എല്ലാം മാർക്കറ്റായി അല്ലേ? അതെ. മാർക്കറ്റ് ചെയ്യലായോ അല്ല എന്താണ് സംഗതി? മാർക്കറ്റിൽ പോണം. മാർക്കറ്റിൽ നിന്ന് അടിച്ചാൽ മതി ഏത്? ഇല്ല പൂ വരെ. ആ അപ്പൊ പഴകിയ മുത്തശ്ശൻ പുതിയ ഷർട്ട് ഇട്ടുകൊണ്ട് പുതിയ തരം ചിന്തകളുമായിട്ട് പോയിട്ട് വരും. ഞങ്ങൾ സിനിമ കാണാൻ പോകും. എന്നാലും എനിക്കിതാ ഇതിന്റെ ഇടയിലേ കുട്ടാ ഈ തുമ്പപ്പൂവിനോടാണ് എനിക്ക് സ്നേഹം. ആയതുകൊണ്ട് ഞാൻ ഈ മുറ്റത്തുള്ള തുമ്പപ്പൂവ് പറിച്ചിട്ട് തന്നെ ഞാൻ പോവും. അത് എൻ്റെ ഇതാണിത്. ഈ തുമ്പപ്പൂവും വെക്കും. ഇതൊക്കെ എന്താണെന്നറിയോ? അയ്യോ ഈ ഫിലോസഫിക്കൽ മുത്തശ്ശനോട് തോറ്റി ഞങ്ങൾ ഈ പൂവും വെക്കും. എന്നാല് എന്റെ മനസ്സിലെ ഓണം ഓണാവുന്നു. അപ്പൊ ഹാപ്പി ഓണം. മുംബൈയും ഉക്കുറ്റിയും ഒക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ ഓണക്കാലത്ത് കുട്ടികളൊക്കെ അതിൻ്റെ ചോട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട. അതവിടെ കിടന്നങ്ങനെ നശിച്ചങ്ങനെ പോവും. ഈ ഓണം ഇങ്ങനെയാണ്. ഓണമെല്ലാം മാർക്കറ്റായി എന്നല്ലേ ഇപ്പോൾ കുട്ടികൾ പറയണത്. സദ്യയും എല്ലാം തന്നെ മാർക്കറ്റായി. ഏതായാലും ഞാൻ പോട്ടെ. ഇതൊന്നും ഒരു കാര്യമില്ല. ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നതുമില്ല, നടക്കൂല്ല. പാട്ടുകളി നാടകം നല്ല അസൽ വായനശാല.